പറയേണ്ടതെന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനും ഇതേ കവിയുമായിരുന്നു. രണ്ട് വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് പക്ഷിയെന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു. കണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? അവന്റെ പരിപാലനമോർത്ത്, അവന്റെ കരുതലോർത്ത്, അവന്റെ സഹായമോർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. അടുത്തേക്കുന്ന വ്യക്തിക്ക് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഒരു പ്രൈസ് ലോഡ് കൊടുത്ത് നമുക്ക് ദൈവത്തിനെ താണ്ടിരിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്ന കർത്താവാം യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ വിശുദ്ധ ആരാധനയിലേക്ക് നിങ്ങൾ ഏവരെയും പ്രാർത്ഥനയോട് കൂടെ സന്തോഷത്തോടു കൂടെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇറ്റ് ഈസ് മൈ പ്രിവിലേജ് ആൻഡ് ഹോണർ ടു ഇൻവൈറ്റ് യു ഫോർ ദി ഫസ്റ്റ് സൺഡേ സർവീസ് ഓഫ് 2026. 2026 ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമായി, പദവിയായി ഞാൻ കരുതുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ദുഃഖാർദ്രമായ ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയി തിരിച്ചു വന്ന പ്രിയ ജേക്കബിനെയും സാനിച്ചി ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ദുഃഖഘട്ടങ്ങളിൽ നമുക്ക് അവരെ വഹിപ്പാൻ പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. ഒരു പിതാവിൻ്റെ ദൈവവിയോഗം വേദന ഉളവാക്കുന്നവയാണ്. ഓരോ നിമിഷവും അറിയാതെ ഫോൺ എടുത്ത് ഒന്ന് വിളിച്ചു പോകും, അപ്പൻ അവിടെ ഉണ്ടെന്ന് ഓർമ്മ. ചിലപ്പോഴും ഉണ്ടല്ലോ, ഈ ചില അവയവങ്ങൾ ശരീരത്തിൽ നിന്ന് മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവയവം അവിടെ ഉള്ള പോലെ നമുക്ക് തോന്നുന്ന ഒരു പെയിൻ ഉണ്ട്. അതിനെ ഫാൻറ്റം പെയിൻ എന്നാണ് മെഡിക്കൽ സയൻസ് വിളിക്കുന്നത്. ആംബിറ്റൈറ്റ് ചെയ്താലും അല്ലെങ്കിൽ കൈയോ കാലോ മുറിച്ച് കളഞ്ഞാലും കൈവിരൽ അനങ്ങുന്നത് പോലും കാൽവിരൽ അനങ്ങുന്നത് പോലെയൊക്കെ തോന്നും. അങ്ങനത്തെ പെയിൻ വിളിക്കുന്ന ഫാൻറ്റം പെയിൻ എന്നാണ്. അവിടെ അവയവമൊന്നുമില്ല, അവയവം കട്ട് ചെയ്തു. അതുപോലെ മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെടുമ്പോൾ അറിയാതെ ഓർത്തു പോകും അവരവിടെ ഉണ്ടെന്ന്. അങ്ങനൊരു വേദന പ്രിയ സഹോദരി ഉള്ളി വന്നാൽ ആ വിടവ് നികത്തുവാൻ ഒരു നല്ല പിതാവ് സ്വർഗത്തിലുണ്ട്. അവൻ നിനക്കൊരു കുറവും ഇല്ലാതെ വണ്ണം പരിപാലിക്കട്ടെ എന്ന് സഭ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തോടും ക്ഷേമത്തോടും ആരോഗ്യത്തോടും കൂടെ തിരിച്ചു കണ്ടതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. പ്രിയ ദൈവത്തിനെ ദൈവം സൗഖ്യത്തോടെ അവിടെ എത്തിച്ചു എന്നുള്ള വാർത്ത പ്രിയ ജോർജാൻ വഴി നമുക്ക് അറിയുവാനിടയായല്ലോ. നമ്മുടെ നടുവിൽ നിന്ന് അതിഥിയായ ഒരു ദൈവത്തിനുണ്ട്. പ്രിയ ദൈവത്തിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. തിരക്കുകളുടെ നടുവിലും ഒരു ഞായറാഴ്ച ഞങ്ങളോടൊപ്പം ആരാധിപ്പാൻ കടന്നു വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ദൈവത്തിനെ ഇരിക്കുന്നത്. ഇന്ന് രാത്രികാലം ഈ പകൽക്കാലം ശക്തമായ ദൈവം അങ്ങേ ഉപയോഗിക്കട്ടെ. തുടർന്നുള്ള നിമിഷങ്ങൾ ഈ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്തങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തിൽ കോറിയിട്ടിട്ട് ഞാൻ വേഗം ഇരിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്ന ഒരുപാട് ശുശ്രൂഷകൾ ചെയ്തെടുപ്പാനുണ്ടല്ലോ. 24-ാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ദാവീദാണെങ്കിലും താൻ എഴുതി അവതരിപ്പിക്കുന്ന ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ജീവിത പശ്ചാത്തലമാണ്. ഇസ്രായേൽ പറയേണ്ടത് അല്ലെങ്കിൽ ഇസ്രായേൽ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കേണ്ടത് ഒറ്റ കാര്യം ഓർത്തുകൊണ്ട് മാത്രമാണ്. അത് 1-ാമത്തെ വാക്യത്തിൽ വളരെ ബോൾഡായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുക. ആരംഭത്തിൽ തന്നെ അവൻ പറയാം, യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ. ഇന്ന് പകൽ ഇതിൻ്റെ അകത്തിരിക്കുന്നവർക്കൊക്കെ പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ. ഇന്ന് പകൽ പക്ഷം പിടിക്കാതെ വണ്ണം യഹോവയുടെ പക്ഷത്ത് നിന്നതുകൊണ്ട് ഇന്ന് പകൽ തമ്പുരാൻ നിന്നോട് പറയാ, യഹോവയുടെ പക്ഷത്ത് നീ ആയതുകൊണ്ട് ഇന്ന് പകൽ നീ നിലനിന്നു പോകുന്നത്. തകർത്ത് കളയുവാൻ ശക്തികൾ കടന്നു വന്നപ്പോഴും യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ. ഇന്ന് പകൽ തമ്പുരാൻ പക്ഷമായി മാറിയവരൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ദൈവം പക്ഷമായാലുള്ള അനുഗ്രഹം അനവധിയാണ്, നിരവധിയാണ്. മോശ അളന്നു കൊടുക്കാൻ ആരംഭിച്ചു. എത്തപ്പെട്ട കനാനിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായിരുന്നു. ആളാമ്പ്രതി കൊടുക്കാനുള്ള തക്കവണ്ണം അനുഗ്രഹം അവിടെ ഇങ്ങനെ നിവർന്ന് നീണ്ടു കിടക്കുകയാണ്. അങ്ങനെ മോശ അളന്നു കൊടുക്കാൻ വേണ്ടി അളവ് നൂലുകൾ വലിച്ചെറിയുമ്പോൾ ആ ഹൈറാക്കിയിൽ ആ ഒരു ഓർഡറിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ലേവിയെ വിളിച്ചു. ദൈവം പറഞ്ഞു, നോ മോശേ, നീ അവൻ അളന്നു കൊടുക്കല്ലേ. പണ്ട് മരുഭൂമിയിൽ യാത്രയിൽ അവൻ എൻ്റെ പക്ഷത്ത് നിന്നതുകൊണ്ട് ഞാൻ അവന് ഉറപ്പ് കൊടുത്തായിരുന്നു, നിനക്ക് യഹോവ
നിന്റെ ഓഹരിയാകുമെന്ന്. അതുകൊണ്ട് അവൻ എന്തേലും കൊടുക്കണ്ട, പിന്നെ അവൻ്റെ ആടുകൾക്കും മാടുകൾക്കും കഴിക്കാനുള്ള പുൽപ്പുറം മാത്രം നീ കൊടുത്താൽ മതി, വേറെ ഒന്നും അവന് അളന്നു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാലേബ് അടക്കമുള്ളവരൊക്കെ അളന്ന അവകാശങ്ങൾ മേടിക്കുമ്പോൾ ഒരവകാശത്തിൻ്റെയും ഓഹരിയാകാതെ, ഒരവകാശത്തിൻ്റെയും ഭാഗവാക്കാകാതെ ഒരുവൻ മാറി നിന്നോ ലേവി ഗോത്രം. അവനോട് ചോദിക്കുന്നവരുണ്ട്, തുടർന്ന് ചോദിക്കുന്നവരുണ്ട്, എന്തിയെ നിന്റെ അവകാശം, എന്തിയെ നിന്റെ അവകാശം, എന്തിയെ നിന്റെ അവകാശം. ആകാശത്തിലേക്ക് അവൻ കൈ ഉയർത്തിട്ട് പറയും, ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയാണ് എൻ്റെ അവകാശം. അവൻ എനിക്ക് വേണ്ടി ഒരു അളവ് നൂലിട്ടിട്ടുണ്ട്, അതൊരു നല്ല അവകാശം എനിക്ക് തരുമെന്ന് അവൻ ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുക. അങ്ങനെ ഒരിക്കൽ മോശയോട് ദൈവം നിയോഗിച്ചിട്ട് പറഞ്ഞു, പച്ച മരുഭൂമിയിൽ നീ എനിക്ക് വേണ്ടി ഒരു യാഗപീഠം പണിയണം, ഒരാലയം പണിയണം. ആലയത്തിൻ്റെ അകത്തളത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ ഞാൻ അവകാശമായി കരുതിയ ജനത്തെ മാറ്റി നിർത്തണം, ലേവിനെ അവിടെ കൊണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ലേവി ഗോത്രത്തെ കൊണ്ട് അവിടെ ആക്കി. ലേവി ഗോത്രത്തെ അകത്താക്കിയിട്ട് പുറത്തു വന്നിട്ട് ദൈവം ബാക്കി 11 ഗോത്രങ്ങളോടും പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇനി ചതുകുപ്പ എടുത്താലും കടുക് എടുത്താലും ജീരകം എടുത്താലും 10 കൊണ്ട് ലേവിക്ക് കൊടുത്തേക്കണമെന്ന്. അങ്ങനെ 11 ഗോത്രങ്ങൾ ഓരോന്ന് കൊണ്ട് കൊടുത്താലും ലേവിക്ക് കിട്ടുന്നത് 11. അവരുടെ കൊടുത്തവൻ്റെ കയ്യിലൊക്കെ 9 ഇരിക്കുമ്പം ഇവൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? 11 ഉണ്ട്. യഹോവ നിന്റെ അവകാശമായി മാറി. ഇതുവരെ അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ 2025 നീ നിന്റെ അനുഗ്രഹം തപ്പി തെരഞ്ഞു നടന്നിട്ടുണ്ട്. എൻ്റെ അവകാശം തമ്പുരാനാണെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്തിയെ ഈ പാഴ്മരുഭൂമിയിൽ എൻ്റെ അവകാശമെന്ന് ചോദിക്കുന്നവരോട് ദൈവാത്മാവ് ഇന്ന് പറയുക, ഈ 2026 നിന്റെ കലശം നിറയുമാറ്, നിന്റെ തുരുത്തി നിറയുമാറ് ദൈവാലയത്തിൽ കൂടെയുള്ള ചില അനുഗ്രഹം കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കും. വിശ്വസിക്കുന്ന നന്ദിയോടെ ഈ ആലോചന ഏറ്റെടുക്കട്ടെ. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ. എതിർപ്പുകൾ അനവധിയായിരുന്നു, വെല്ലുവിളികൾ ശക്തമായിരുന്നു, പക്ഷെ തമ്പുരാൻ പക്ഷത്തുണ്ടായിരുന്നു. നിങ്ങൾ ആവർത്തന പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, ഇസ്രായേലെ കേൾക്ക, നീ ഇന്ന് യോർദാൻ കടന്ന്. ശ്രദ്ധിക്കണമേ, നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഒരാൾ വാക്യം വായിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും ഇവിടെ നോക്കി, അല്ല ഞാൻ പ്രസംഗം ചെയ്യുമ്പോൾ നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിച്ചു തരും. അപ്പം ഇങ്ങോട്ട് നോക്കിക്കേ, നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെ, ആകാശത്തോളം ഉയരമുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കമുള്ള അനാക്യർ എന്ന ജാതി. അവിടെ കൊണ്ട് നിർത്തിയിട്ടില്ല. അനാക്യരുടെ ശക്തി പറയുക, വലിപ്പമുണ്ട്, പൊക്കമുണ്ട്, വീതിയുണ്ട്, വണ്ണമുണ്ടെന്നല്ല, പൊക്കമുണ്ട്, ഉയരമുണ്ട്, വണ്ണമുണ്ട്. അടുത്തൊരു കാര്യം കൂടെ ഇവരെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നീ അവരെ അറിയുന്നല്ലോ. ആരെ? പൊക്കവും വണ്ണവുമുള്ള ഈ അനാക്യരെ നീ എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട്. അനാക്യരുടെ മുമ്പാകെ നിൽക്കുന്നവൻ ആരെന്നൊരു പറച്ചിൽ ഈ നാട്ടിൻപുറത്തുണ്ട്. എന്താ നാട്ടിലുള്ള പറച്ചില്? അനാക്യരുടെ മുമ്പാകെ നിൽക്കാവുന്നവൻ ആരാ? ഒരുത്തിന് നേരെ നിൽക്കാൻ പറ്റാത്തൊരു ശക്തിയാണ് ഏത്? അനാക്യ ശക്തി. നിന്റെ സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം ശക്തി കൊണ്ടോ ജയിക്കാൻ പറ്റാത്ത ഒന്നിന്റെ മുമ്പിൽ നിന്നെ കൊണ്ട് തമ്പുരാൻ ഇട്ടേക്കാം. നിന്നെ കൊണ്ട് അതിൻ്റെ അഭിമുഖീകരിച്ചേക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ യാക്കോബേ, നിന്നെ ഞാൻ എൻ്റെ യാക്കോബാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നറിയാമോ? തീയിൽ കൂടെ കടത്താതെയല്ല, വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകാതെയല്ല. ഞാൻ നിന്നെ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകും, തീയിൽ കൂടെ കടത്തും, എന്നിട്ട് ഞാൻ ആരാണെന്ന് നിന്നെ, അതുകൊണ്ട് നീ മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും. കർത്താവേ, ഞാനൊരു അശ്വ, അവൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല, പിന്നെന്തിനാ എന്നെ അവൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നെന്ന് ചോദിച്ചാൽ, നിനക്ക് മുമ്പായി പോകുന്നൊരു സാന്നിധ്യത്തിൻ്റെ വലിപ്പം തിരിച്ചറിയാൻ,
നിനക്ക് മുമ്പായി കടന്നു പോകുന്നത് ഒരു കരുതലിന്റെ ആഴം തിരിച്ചറിയാൻ ഇന്ന് പകൽ 2026 ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന്റെ മുമ്പിലും നീ പലതിന്റെ മുമ്പിലും നിൽക്കേണ്ടി വരും, ഉറപ്പായിട്ടും നിൽക്കേണ്ടി വരും. പക്ഷെ നിനക്ക് മുമ്പായി പോകുന്ന ഒരു സാന്നിധ്യം നീ തിരിച്ചറിയും. കോഡ് ഫിഷ് ആൻഡ് കാറ്റ് ഫിഷ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. കഥയൊന്നുമില്ല, റിയാലിറ്റിയാണ്. ഈ കോഡ് ഫിഷ് ഈസ്റ്റ് കോസ്റ്റിലുള്ള ഒരു ഫിഷാണ് കോഡ് ഫിഷ്. നമുക്കിപ്പോഴാണ് നോർത്ത് അമേരിക്കയിൽ ഈ സാൽമൺ ഭയങ്കര ഫേമസ് ആകുന്നത്. സാൽമൻ്റെ ഒക്കെ ഒരു 80s സാൽമനേക്കാളും ഭയങ്കര ഫേമസ് ആയ ഫിഷ് എന്ന് പറയുന്നത് കോഡ് ഫിഷ് ആണ്. എന്ത് ഫിഷാ? വിച്ച് ഫിഷ് കിഡ്സ്? കോഡ് ഫിഷ്. ഇറ്റ് വാസ് വെരി ഫേമസ് ഇൻ നോർത്ത് അമേരിക്ക, എസ്പെഷ്യലി ഇൻ ദ വെസ്റ്റ് കോസ്റ്റ്. യൂഷ്വലി ദിറ്റ് കാച്ച് ഫ്രം ദി ഈസ്റ്റ് കോസ്റ്റ് ആണ്. അപ്പോൾ വെസ്റ്റ് കോസ്റ്റിലാണ് അതിൻ്റെ കൺസംഷൻ കൂടുതൽ. യുനോ ഹൗ ദേ ട്രാൻസ്പോർട്ട്. ഇതിനെ പിടിച്ചിട്ട്, ഈ കോഡ് ഫിഷിനെ പിടിച്ചിട്ട് അവരെന്ത് ചെയ്യും? ഐസ് ഇട്ടിട്ട് വെസ്റ്റ് കോസ്റ്റിലോട്ട് അയച്ചു കൊടുക്കും, ഈസ്റ്റ് കോസ്റ്റിൽ നിന്ന്. എന്താ പ്രശ്നം എന്നറിയാമോ? ഈ ഐസിലിട്ടാൽ ചെല്ലുന്നെങ്കിൽ ലുക്ക് ഫ്രഷ് ആണ്, സ്മെൽ ഫ്രഷ് ആണ്, പക്ഷേ കഴിക്കുമ്പോൾ ഇത് ഫ്രഷ് അല്ല. കാരണം ഈസ്റ്റ് കോസ്റ്റിൽ നിന്ന് അവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് അങ്ങ് പോവും ഈ കോഡ് ഫിഷിൻ്റെ. പിന്നെ ഇവരെ പല ഓപ്ഷനും നോക്കി ഈ കോഡ് ഫിഷിനെ എങ്ങനെ ഒരു ഫ്രഷ് ആയിട്ട് അവിടെ എത്തിക്കാമെന്ന് പ്രിസർവേറ്റീവ് കിട്ടും. ഓക്കെ, ബട്ട് ആ ഒരു ഈസ്റ്റ് കോസ്റ്റിലെ ആ ഒരു റിയൽ ടേസ്റ്റ്, മീനിൻ്റെ ടേസ്റ്റ് അവർക്ക് കിട്ടുന്നില്ല വെസ്റ്റ് കോസ്റ്റ് ഉള്ളവർക്ക്. അങ്ങനെ കോഡ് ഫിഷിൻ്റെ മാർക്കറ്റ് വല്ലാണ്ട് ഇങ്ങനെ തകർന്നിരിക്കുന്ന സമയത്ത് ഒരു പുതിയ കാര്യം അവർ ചിന്തിച്ചു. കോഡ് ഫിഷിനെ ഇട്ട് അയക്കുന്ന ഷിപ്പിംഗ് വലിയ കണ്ടെയ്നറുണ്ട്, അതിൻ്റെ അകത്ത് കുറച്ച് കാറ്റ് ഫിഷിനെ ഇടാമെന്ന് പോയി തീരുമാനിച്ചു. എന്തിനാ? കാറ്റ് ഫിഷിനെ. ഈ കാറ്റ് ഫിഷ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കോഡ് ഫിഷിനെ അറ്റാക്ക് ചെയ്യുന്ന സാധനമാണ്. എന്താണ്? കോഡ് ഫിഷിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫിഷാണ് ഏത്? കാറ്റ് ഫിഷ്. ഈ കോഡ് ഫിഷിൻ്റെ ടാങ്കിൻ്റെ അകത്ത് 2-3 കാറ്റ് ഫിഷ് ചെന്നപ്പോൾ ഉണ്ടല്ലോ, കോഡ് ഫിഷിന് ഇരിക്കാൻ മേല. അതിങ്ങനെ ഈ വെള്ളത്തിൻ്റെ അകത്തോട്ട്, ഈ ടാങ്കിൻ്റെ അകത്തോട്ട് ഓടാൻ തുടങ്ങി. അപ്പോൾ ഈസ്റ്റ് കോസ്റ്റുകാർ ഇതിനെ പിടിച്ച് കഴിക്കാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഒരു അസാധാരണ ടേസ്റ്റ് ആർക്ക് കിട്ടി? ഈ കോഡ് ഫിഷിന് കിട്ടി. കാരണം ഷിപ്പ് ചെയ്യാൻ വേണ്ടി കണ്ടെയ്നറിൽ കയറിയപ്പം തൊട്ടേ പുറകെ കൂടി ഒരു കാറ്റ് ഫിഷ് ഉണ്ട്. അതിങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്ന് ഓർത്തുകൊണ്ട് ഇതിങ്ങനെ ഓടി ഓടി നടക്കുക. അപ്പം കടലിൽ നടക്കുന്നത് പോലെ തന്നെ ഇത് ഈ ടാങ്കിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടന്നു ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് മെഷാകില്ല. ഇതിൻ്റെ ഫിഷ്, ആ ഫ്ലഷ് ഉണ്ടല്ലോ, ഫ്രഷായിട്ട് തന്നെ ആര് കഴിച്ചു? Sometimes God throws some catfish in your tank to keep you alive and fresh. ദൈവം ചില കാറ്റ് ഫിഷിനെ നിന്റെ ടാങ്കിൻ്റെ അകത്ത് ഇടുന്നത് എന്തിനാണെന്നറിയാമോ? നീ ആത്മാവിൽ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയാ. ഇന്ന് പകൽ ജീവിതത്തിന്റെ കാറ്റ് ഫിഷുകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ it does just to keep you fresh. ചിലത് ലുക്ക് ഫ്രഷാ, ഡ്രസ്ഡ് ഫ്രഷാ, പക്ഷെ സഭയെ വരുമ്പോൾ ആത്മീയ ജീവിതത്തിൽ അത്ര ഫ്രഷ് അല്ല. നിന്റെ സ്പിരിച്വൽ ലൈഫിൽ നിന്നെ ഫ്രഷ് ആക്കാൻ വേണ്ടിയാ ദൈവം ചില കാറ്റ് ഫിഷിനെ നിന്റെ ജീവിതത്തിൽ ഇട്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം 2026 ആരംഭ ഞായറാഴ്ച നിന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, എങ്കിലും ഞാൻ ഒരു ദൂത് പറയാം. You may end up seeing several catfish in your tank just to keep you fresh and alive. അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വേഗം വന്നിട്ട് ഞാൻ ഇരിക്കട്ടെ. അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയാമായിരുന്നു. കോപവും വിഴുങ്ങുവാനും കഴിയുന്ന ഒരു ശത്രു, കോപിച്ചാൽ വിഴുങ്ങിക്കളയാവുന്ന ഒരു ശത്രു അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നും ദൈവം അവരെ വിടുവിച്ചു. വെള്ളം നമ്മെ ഒഴുക്കിക്കളയാമായിരുന്നു. നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. നമ്മെ അവരുടെ പല്ലിനിരയാക്കി കൊടുക്കാകിയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രബലമേറിയതിനെയാണ് പലതും അഭിമുഖീകരിച്ചത്. പ്രയാസമേറിയതിനെയാണ് കഴിഞ്ഞ വർഷം പലതും കണ്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ അഭിമുഖീകരിച്ചതും പ്രയാസമേറിയതായിരുന്നു. പക്ഷെ പല്ലിനിരയാക്കി കൊടുക്കാത്തൊരു തമ്പുരാൻ, വിട്ടുകൊടുക്കാത്തൊരു തമ്പുരാൻ. ഒരുത്തൻ പോയി ചോദിച്ചു, എൻ്റെ ഒരു ആടിനെ സിംഹം തിന്നാൽ എനിക്ക് രക്ഷിക്കാൻ പറ്റുമോന്ന്. അവന് വേണ്ടി ദൈവം കൊടുത്തൊരു ഉത്തരവുണ്ട്. എന്താണെന്നറിയാമോ? ഒരു കാലോ ഉണ്ടെങ്കിൽ നിനക്ക് ആ സിംഹത്തിൻ്റെ വായിൽ നിന്ന് ആടിനെ എന്ത് ചെയ്യാം? മുഴുവനും അകത്ത് പോയിട്ടും
ഒരു കാതുള്ള കാരണത്താൽ, ഒരു കാലുള്ള കാരണത്താൽ സിംഹത്തിൻ്റെ വായിൽ നിന്ന് ചിലതിനെ വലിച്ചെടുക്കുന്നത് പോലെ ബലമേറിയതും ശക്തിയേറിയതുമായത് ചിലത് പിടിച്ചു വച്ചിട്ടും അതിൻ്റെ അകത്തുനിന്ന് ചിലതിന് ജീവനോടെ വലിച്ചെടുത്ത ദൈവകൃപയുടെ ആഴമോർത്തുകൊണ്ട് ഇന്ന് പകൽ ദൈവമക്കൾക്ക് നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? നിന്നെ വിഴുങ്ങിക്കളഞ്ഞതിൻ്റെ അകത്തുനിന്ന് ദൈവം പുറത്തെടുത്തു. ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ പേര് പുറപ്പാടെന്നാ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ആ പുസ്തകം എഴുതി തുടങ്ങുമ്പം അതിൻ്റെ ഹെഡിങ്ങുമായിട്ട് ഒട്ടും യോജിക്കാത്തതാണ്. കാരണം അതുവരെ ഇല്ലാത്ത സംഭവവികാസങ്ങളൊക്കെ പുറപ്പാടെന്ന് എഴുതി തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നത് യോസേഫിന് അറിയാൻ മേലാത്ത ഒരു രാജാവ് എവിടെ വന്നു. പുറപ്പാടിൻ്റെ സമയമാണ്, പക്ഷേ ഫേവറബിൾ ആയിട്ടുള്ള ഒന്നും എവിടെ ഇല്ല, ആ പട്ടണത്തിലില്ല. ഇറ്റ് ഈസ് എ ടൈം ഓഫ് എക്സോഡസ്, ഇറ്റ് ഈസ് ടൈം ഓഫ് ലീവിങ് ദ ക്യാപ്റ്റിവിറ്റി, ബട്ട് നത്തിങ് ഈസ് ഫേവറബിൾ. ബട്ട് ഒരു കാര്യം പറയാം, വാഴ്ത്തത്വം ഉണ്ടോ നിനക്ക്? പുറപ്പാടിനൊട്ടും അനുകൂല്യമല്ലെങ്കിലും, ശത്രു എത്ര പ്രബലനാണെങ്കിലും, അവൻ ഇരുമ്പ് രഥങ്ങളുണ്ടെങ്കിലും, അവൻ എത്ര ശക്തനാണെങ്കിലും, അവൻ നിന്നെ അടിമത്തത്തിന് നുഖത്തിൽ എത്രത്തോളം ഒതുക്കിയിട്ടെങ്കിലും ശരി, തമ്പുരാൻ ഇറ്റ് ഈസ് എ ടൈം ഓഫ് എക്സോഡസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടൈം ഓഫ് പുറപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവനാ എഴുതി തുടങ്ങിയെങ്കിൽ നിന്നെ അറിയാത്ത രാജാവാണെങ്കിലും ഒരു ഫേവറബിൾ അല്ലല്ലോ, അവൻ നിന്നെ പുറത്തു കൊണ്ടുവരും. അതിന്റെ 7ാമത്തെ വാക്യം ഒന്ന് വായിക്കാം, സങ്കീർത്തനത്തിന്റെ. വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. Someone, can you read in English? The snare is broken and we are escaped. പ്രിയരെ, ഉയർന്നു പറന്നതിനെ ആകർഷിച്ച് താഴത്തെ ലെവലിൽ കൊണ്ടുവന്നു. ഈ സ്റ്റെയറിന് പറയുന്ന മാഘോഷ്, യാഘോഷ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ബൈബിളിൽ. മാഗേഷ് ആൻഡ് യാഘോഷ് എന്ന് പറയുന്ന 2 പദമാണ് സ്നെയറിന് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ബൈബിൾ പഠിക്കുമ്പോൾ മാഘേഷ് ആൻഡ് യാഘോഷ് എന്ന് പറയുന്ന വേർഡ് ഉള്ളിടത്ത് ഒരു പദം കൂടെ ഉണ്ട്. എന്താ പദം എന്നറിയാമോ? റൂവോ കാദീശോ. റൂവോ കാദീശോ എന്ന് വെച്ചാൽ എന്നാണെന്നറിയാമോ? ഹോളി സ്പിരിറ്റ്. മാഘേഷ് എവിടെ ഉണ്ടോ, യാഘോഷ് എവിടെ ഉണ്ടോ, അവിടെ ഏതുണ്ട്? റൂവോ കാദീശോ ഉണ്ട്. കെണി ഉള്ളിടത്തും ബന്ധനം ഉള്ളിടത്തും പരിശുദ്ധാത്മാവുണ്ട്. തിന്മ എന്ന സ്ഥലത്തേക്ക് ശിംശോൻ ഇങ്ങനെ പോകുക. ആ പോകുന്ന വഴിക്ക് ഒരു മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു സിംഹം ചാടി ശിംശോന്റെ മേലേക്ക് വീഴുന്നുണ്ട്. അവന്റെ മേൽ സിംഹം വരുന്നു എന്ന് കണ്ടപ്പോ ബൈബിൾ എഴുതിയിരിക്കുക, ആത്മാവ് അവന്റെ മേൽ വന്നു. ഇന്ന് പകൽ സിംഹം വരുമ്പം ചാടി നിന്റെ മേലേക്ക് വരുന്ന ശത്രുവിനെ കണ്ടുകൊണ്ടാ നിന്നെ നിറയ്ക്കുന്ന ഒരാത്മാവ്. In the time of Magesh and Yogesh, there is the power of Ruach Kadisha. Praise the Lord. Praise the Lord. ഞാൻ ഈ സങ്കീർത്തനം ഇന്നലെ രാത്രി ഇങ്ങനെ ധ്യാനിക്കുക. കർത്താവേ, എന്തുകൊണ്ട് why did you stop the snare? Why did you stop the floor? ആ വേട്ടക്കാരനെ നീ എന്തുകൊണ്ട് നിർത്തിയില്ല കർത്താവേ? എനിക്കെതിരെ വരുന്ന കണിയെ എന്തുകൊണ്ട് നീ അകറ്റിയില്ല? തമ്പുരാൻ പറഞ്ഞു, കണിയെ അകറ്റാതെ കണിക്കകത്തു നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ. വേട്ടക്കാരനെ ഞാൻ മാറ്റാതിരുന്നതും നീ പ്രയാസപ്പെടണ്ട. വേട്ടക്കാരന്റെ കണിയിൽ നിന്നൊരു പക്ഷി എന്ന പോലെ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. പക്ഷെ മറക്കാത്തൊരു കാര്യമുണ്ട്, അത് ദൈവപ്രവൃത്തിയുടെ ആഴം എന്താണെന്നറിയാമോ? അതാണ് നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചിരിക്കുന്നത്. എന്താ മോനെ വായിച്ചത് നീ? The snare is broken. അന്ന് രാത്രി അവരുടെ കൈകൾ ബന്ധനത്തിലായിരുന്നു, കാലുകൾ ബന്ധനത്തിലായിരുന്നു. ആത്മാവിന്റെ ശക്തി അവരുടെ മേൽ വന്നപ്പോൾ ചങ്ങലകൾ താനേ ഇന്ന് പകൽ ചിലതിനെ പൊട്ടിച്ച് ദൈവം കൊണ്ടുവന്നിരിക്കുന്നതാ. ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, ചില കണ്ണികൾ ശക്തമുള്ളതായിരുന്നു,
ചില കണികൾ ബലമുള്ളതായിരുന്നു. ആ കണ്ണികളെ പൊട്ടിച്ച് തമ്പുരാൻ ഒരു പക്ഷി എന്ന പോലെ, വേടന്റെ കെണിയിൽ നിന്നെന്ന പോലെ നമ്മെ പുറത്തു കൊണ്ടുവന്ന ദൈവകൃപയോർത്ത് ഈ പ്രഥമ പകൽ ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? നീ ഭയപ്പെട്ടതുപോലെ ഒരു അന്ത്യം ദൈവം തന്നില്ല കേട്ടോ. നീ വിചാരിച്ച പോലെ ഒരു അവസാനം ദൈവം തന്നില്ല. പത്മോസിന്റെ ഏകാന്തതയിലും നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് യോഹന്നാനെ ഭയപ്പെടേണ്ട, മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ മരണത്തിന്റെ വാതിലുകളെ പൊളിച്ചുകൊണ്ട് നിന്നെ വെളിപ്പാടിന്റെ ആഴത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ഒരു തമ്പുരാൻ ഇന്ന് പകൽ നിന്നോട് പറയാ, ഞാൻ കെടി പൊട്ടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുക. അറിയാൻ മേലാത്ത കെട്ടുകളിൽ കൂടെ, അറിയാൻ മേലാത്ത ബന്ധനങ്ങളിൽ കൂടെ ഉയർന്നു പറഞ്ഞ നിന്റെ ആത്മീയ നിലവാരത്തെ താഴെ കെട്ടിയിടാൻ, താഴെ ഒതുക്കിയിടുവാൻ ശത്രുജല കെടികൾ ഒരുക്കി അതിനകത്ത് നിന്നെ ഒതുക്കിയപ്പോൾ ഈ 2026 ആരംഭത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, കൃപയിൽ പുറന്നു പറക്കുവാൻ, കൃപയിൽ ഉയർന്നു പറക്കുവാൻ ഈ പകൽ ദൈവജല കെടിയെ പൊട്ടിക്കുന്ന പകലാണ്. ചില കെണികൾ ഇതിനകത്ത് പകൽ പൊട്ടിപ്പോകട്ടെ, ചില കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ, ചില ആത്മാവിൽ ചിറകടിച്ച് പറക്കട്ടെ. ചില കെട്ടുകൾ ദൈവാത്മാവിൽ നിന്ന് പകൽ പൊട്ടിക്കട്ടെ. Oh, Rakama Shababa. ചില നെറ്റുകൾ കൈയനക്കാനോ കാലനക്കാനോ കഴിയാതെ വണ്ണം നിന്നെ ആകമാനം മൂടിക്കളഞ്ഞ ചില കെട്ടുകൾ മാനസിക മണ്ഡലത്തെ മൂലം കെട്ടി